Hi students, complex numbers and quadratic equations എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡെഫിനിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പർ ആയിരുന്നു. ഡെഫിനിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പറിൽ നമ്മൾ പറഞ്ഞു കോംപ്ലക്സ് നമ്പർ ഈസ് എ നമ്പർ ഓഫ് ദി ഫോം z is equal to a plus ib അല്ലേ. എപ്പോഴും കോംപ്ലക്സ് നമ്പർ നമ്മൾ പേര് കൊടുക്കുക സ്മോൾ ലെറ്റർ z കൊണ്ടാണ്. ഇങ്ങനെ എ പ്ലസ് ഐ ബി എന്ന ഫോമിൽ നമ്മളൊരു കോംപ്ലക്സ് നമ്പർ എഴുതുമ്പോൾ അതിന് രണ്ട് പാർട്സ് ഉണ്ടായിരിക്കും. എക്ക് പറയുന്ന പേര് എ ഈസ് കാൾഡ് റിയൽ പാർട്ട് ഓഫ് z അല്ലേ, റിയൽ പാർട്ട് ഓഫ് z, ആൻഡ് ബി ഈസ് കാൾഡ് ദ ഇമാജിനറി പാർട്ട്. അപ്പോൾ ബി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇമാജിനറി പാർട്ട് ചോദിക്കുമ്പോൾ ഐ ഒഴിവാക്കിയിട്ടാണ് പറയേണ്ടത്. ഐയുടെ പ്രസൻസ് കൊണ്ടാണ് നമ്മളതിന് ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇമാജിനറി പാർട്ട് ചോദിച്ചാൽ ഐയുടെ കൂടെ നിൽക്കുന്ന നമ്പർ മാത്രമേ പറയാൻ പാടുള്ളൂ. വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഇതാണ്. ഐ ഹാസ് ദി പ്രോപ്പർട്ടി ഐ ഇസ് ഈക്വൽ ടു റൂട്ട് -1 അല്ലെങ്കിൽ ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു -1 എന്ന് പറയാൻ അറിയിക്കും. അപ്പോൾ ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു -1 എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൻ്റെ മെയിൻ പോയിന്റ് ആണ്. അത് പ്രത്യേകം ഓർത്ത് വെക്കുക. ഐ സ്ക്വയറിന് മാത്രമേ ഈ പ്രത്യേകതയുള്ളൂ. -1 വരുന്ന ഒരേ ഒരു നമ്പർ ഐ സ്ക്വയർ മാത്രമാണ്. വേറെ ഒരു നമ്പറിനും ലോകത്ത് സ്ക്വയർ ചെയ്താൽ നെഗറ്റീവ് ഒരിക്കലും സംഭവിക്കുകയില്ല. ഓക്കെ, ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു -1. Complex number is a number of the form a plus ib where a and b are real numbers and I has the property I is equal to root -1. A is called real part, b is called imaginary part. ഇവിടെ a 0 വരികയാണെങ്കിൽ ഒരു എക്സാമ്പിൾ എഴുതാം. z is equal to 4i എന്ന് മാത്രം എഴുതി. ഇവിടെ റിയൽ പാർട്ട് ഇല്ല. റിയൽ പാർട്ട് 0 ആയതുകൊണ്ട് ഇതിന് പറയുന്ന പേര് പ്യുവർലി ഇമാജിനറി എന്നാണ്. ഇവിടെ ഇമാജിനറി പാർട്ട് മാത്രമാണെങ്കിൽ അതിനാണ് പ്യുവർലി ഇമാജിനറി എന്ന് പറയുക. അതുപോലെ z is equal to 5 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന് പ്യുവർലി റിയൽ എന്ന് പറയും. ഇപ്പോൾ പ്യുവർലി ഇമാജിനറി, പ്യുവർലി റിയൽ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ പുതിയൊരു കോൺസെപ്റ്റാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഹെഡിങ് എഴുതിക്കോളൂ. കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോൺജുഗേറ്റ് ഓഫ് എ complex number, right? Conjugate of a complex number. എല്ലാവരും എഴുതിയല്ലോ. കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. നമുക്ക് നോക്കാം എന്താണ് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഞാൻ ആദ്യം ഒരു കോംപ്ലക്സ് നമ്പർ എടുക്കുകയാണ്. z is equal to a plus ib ഒരു കോംപ്ലക്സ് നമ്പർ ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ a മൈനസ് ഐ ബി എന്ന് എഴുതാമെന്ന് വിചാരിച്ചോളൂ. എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? a പ്ലസ് ഐ ബി നോക്കിയിട്ട് ഞാൻ a മൈനസ് ഐ ബി എഴുതുക എന്ന് പറയുമ്പോൾ ഇവിടെ ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ പ്ലസ് ആയിരുന്നു, ഇവിടെ അത് ഞാൻ മൈനസ് ആക്കി. ഈ ഒരു കോംപ്ലക്സ് നമ്പറിന് പറയുന്ന പേരാണ് കോൺജുഗേറ്റ് ഓഫ് z. കോൺജുഗേറ്റ് ഓഫ് z ഉപയോഗിക്കുന്ന സിമ്പലാണ് z ബാർ. Z bar is defined as a minus ib. So conjugate of a complex number is defined as z bar is equal to a minus ib. Clear ആണല്ലോ. ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ എഴുതാം. ഇവിടെ z is equal to 3 plus i4. ഓക്കെ, നിങ്ങൾ z bar പറയൂ. What is z bar? Z bar is equal to 3 minus i4. Clear ആണല്ലോ. z is equal to 1 minus i. Then what is z bar? Z bar is equal to 1 plus i. നിങ്ങൾ ഈ സ്ക്രീൻ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. എഴുതിയെടുക്കാനാകുമ്പോൾ ഞാൻ പ്രത്യേകം പറയും. ഓക്കെ, z is equal to -1 plus i ആണെന്ന് വിചാരിച്ചോളൂ. വാട്ട് ഈസ് z bar? z bar is equal to യെസ് -1 minus i എന്നാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ മാത്രമേ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. നെഗറ്റീവ് പോസിറ്റീവ് ആക്കുക, പോസിറ്റീവ് നെഗറ്റീവ് ആക്കുക എന്നുള്ളതല്ല ഓപ്പറേഷൻ. ജസ്റ്റ് ചേഞ്ച് ദി സൈൻ ഓഫ് ഇമാജിനറി പാർട്ട്. ഇവിടെ നോക്കൂ, നിങ്ങൾ ഇമാജിനറി പാർട്ട് പ്ലസ് ഐ ആയിരുന്നു അല്ലേ, ഇവിടെ പ്ലസ് ഐ ആണ്, ഇവിടെ മൈനസ് ഐ. അപ്പോൾ റിയൽ പാർട്ട് അതേപോലെ നിലനിൽക്കും. റിയൽ പാർട്ടിന് ഒരു ചേഞ്ചും വരുത്താൻ പാടില്ല. ഓക്കെ, അനദർ എക്സാമ്പിൾ z is equal to 3i എന്നാണ് ചോദിച്ചോളൂ. അപ്പോൾ വാട്ട് ഈസ് z bar? Z bar is equal to -3i. ക്ലിയർ. z is equal to -2 ഒരു കോംപ്ലക്സ് നമ്പർ ആണ് അല്ലേ. അപ്പോൾ z bar എന്തായിരിക്കും? ഇവിടെ എന്താ ഇമാജിനറി പാർട്ട്? ഇമാജിനറി പാർട്ട് 0 ആണ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടാവോ? ഇല്ല. അപ്പോൾ z bar is equal to -2 തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ജസ്റ്റ് ചേഞ്ച് ദി സൈൻ ഓഫ് ദി ഇമാജിനറി
പാർട്ട്. ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ മാത്രമേ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ z is defined as z bar is equal to a minus ib. Okay, right. You write the heading conjugate of a complex number, then write let z is equal to a plus ib, then the conjugate of z is denoted and defined as z bar is equal to z bar എന്ന് എഴുതണം. ഇത് z bar ഇവിടെ പ്രിന്റിംഗ് ആണ്. z bar is equal to a minus ib. z bar is equal to a minus ib. എല്ലാവരും എഴുതിയല്ലോ. ഇനി കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് എഴുതാം. ഓക്കെ, എക്സാമ്പിൾസ് എഴുതുമ്പോൾ നിങ്ങൾ ഓക്കെ എക്സാമ്പിൾസ് എഴുതിക്കോളൂ. എക്സാമ്പിൾസ് നമുക്ക് 2 കോളം വരച്ച് എഴുതാം കേട്ടോ. 2 കോളം വരച്ചിട്ട് ഒന്നാമത്തെ കോളത്തിൽ z എന്ന് പേര് കൊടുക്കുക, രണ്ടാമത്തെ കോളത്തിൽ z ബാർ. എന്നാൽ കുറച്ചുകൂടി സൗകര്യം ഉണ്ടാവും. നമ്മൾ ഓരോ കോംപ്ലക്സ് നമ്പറിന് പേര് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എക്സാമ്പിൾ 1 3 plus i4 തന്നെ ആയിക്കോട്ടെ. 3 plus i4. അപ്പോൾ z ബാർ is equal to 3 minus i4. റെഡി ആണല്ലോ. എക്സാമ്പിൾ നമ്പർ 2 1 minus i. എഴുതിക്കോളൂ. z bar is equal to 1 plus i. Next, minus 2 plus i3. z bar is equal to minus 2 minus i3. Example number D. 3i. z bar is equal to minus 3i. Example number E. z is equal to minus 3. z bar is equal to minus 3. ഓക്കെ, ഏത് കോംപ്ലക്സ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോൺജുഗേറ്റ് എഴുതാൻ പറ്റും. √2 മൈനസ് i √2. വാട്ട് ഈസ് കോൺജുഗേറ്റ്? √2 പ്ലസ് i √2. ക്ലിയർ. ഒരു എക്സാമ്പിളും കൂടെ. z is equal to 3i minus 4. So z bar is equal to, ഇവിടെ നിങ്ങൾ നോക്കൂ, രണ്ടാമത് കാണുന്ന ആളുടെ സൈൻ ചേഞ്ച് ചെയ്യുക എന്ന് മനസ്സിലാക്കി വെക്കരുത് ഒരിക്കലും. ചേഞ്ച് ദി സൈൻ ഓഫ് ദി ഇമാജിനറി പാർട്ട് എന്നാണ്. ഇവിടെ ഇമാജിനറി പാർട്ട് ഏതാണ്? 3 അല്ലേ? 3യുടെ സൈനാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഇവിടെ 3i minus 4ൻ്റെ കോൺജുഗേറ്റ് നമ്മൾ -4 ആദ്യം തന്നെ എഴുതി, പിന്നെ പ്ലസ് 3i എന്നുള്ളത് -3i എന്ന് എഴുതി. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ജസ്റ്റ് ചേഞ്ച് ദി സൈൻ ഓഫ് ഇമാജിനറി പാർട്ട്. ഇവിടെ ഇമാജിനറി പാർട്ട് +3 ആയിരുന്നു, ഇവിടെ -3i. ഓക്കെ, എക്സാമ്പിൾസ് എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, പ്രോബ്ലംസ് നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യാണ്. നമ്പർ 3 ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 വരെ ചെയ്തിട്ടുണ്ടാവും. നമ്പർ 3 ആണ് ഇന്നത്തെ നമ്പർ. ഇനി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ ഇട്ട് പോവുക. ഓക്കെ, എഴുതിക്കോളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഇതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദി കോൺജുഗേറ്റ്സ് ഓഫ് ദി ഫോളോയിങ്. റൈറ്റ് ദി കോൺജുഗേറ്റ്സ് ഓഫ് ദി ഫോളോയിങ്. റൈറ്റ് ദി കോൺജുഗേറ്റ്സ് ഓഫ് ദി ഫോളോയിങ്. വൃത്തിയായിട്ട് എഴുതിയത് കേട്ടോ. റൈറ്റ് ദി കോൺജുഗേറ്റ്സ് ഓഫ് ദി ഫോളോയിങ്. അപ്പോൾ ഞാനിവിടെ z എന്ന് പേര് കൊടുക്കുന്നില്ല, നമ്പർ മാത്രമേ എഴുതുന്നുള്ളൂ. നിങ്ങൾ കോളം വരച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാവുന്നതാണ്. ഞാൻ ഇവിടെ നിരത്തി കോംപ്ലക്സ് നമ്പേഴ്സ് എഴുതും. നിങ്ങൾ എൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് എഴുതാം കേട്ടോ. എഴുതിക്കോളൂ, ഒരുമിച്ച് എഴുതാൻ ക്വസ്റ്റ്യനും ആൻസറും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2 plus 3i. 2 plus 3i. നിങ്ങൾ 2 കോളം വരച്ച ആൻസർ എഴുതാം അല്ലേ? z ബാർ എഴുതിക്കോളൂ. അല്ലെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ ഇവിടെ എഴുതി വെക്കാം. എ ക്വസ്റ്റ്യൻ 2 plus 3i minus 1 plus i. നമ്പർ സി 2 minus √3i. ഒരുമിച്ച് ആൻസർ എഴുതാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ ഡി 7i e -5 f half minus i by 2. അത്ര മതിയല്ലേ? ഇനി നിങ്ങൾ ഇതിൻ്റെ ആൻസർ എഴുതുക. ആൻസർ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഓരോന്നിനും z എന്ന് പേര് കൊടുത്താലേ നമുക്ക് z ബാർ എന്ന് എഴുതാൻ പറ്റൂ. അതുകൊണ്ട് ഓരോന്നിനും z എന്ന് പേര് കൊടുക്കണം. അപ്പോൾ ഞാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് 2 കോളം വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ കോളത്തിൽ z എന്നും രണ്ടാമത്തെ കോളത്തിൽ z ബാർ എന്നും പേര് കൊടുത്തിട്ട് മൊത്തത്തിൽ ആൻസർ എഴുതാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതിക്കോളൂ. ഒന്നാമത്തേത് 2 plus 3i അല്ലേ? z-ന് ഞാൻ 2 plus 3i എന്ന് കൊടുത്തു. സോ വാട്ട് ഈസ് z ബാർ? യു റൈറ്റ് z ബാർ ഇസ് ഇക്വൽ ടു 2 minus 3i. കൃത്യമാണല്ലോ. ഇവിടെ നമ്പർ കൊടുക്കുക കേട്ടോ. എ ബി സി എന്ന് നിങ്ങൾ നമ്പർ കൊടുക്കുക. എ. സെക്കൻഡ് ക്വസ്റ്റ്യൻ -1 plus i. എന്തായിരിക്കും കോൺജുഗേറ്റ്? -1 - വെരി സിമ്പിൾ കോൺസെപ്റ്റ് അല്ലേടോ. നെക്സ്റ്റ് 2 minus √3i. വാട്ട് ഈസ് കോൺജുഗേറ്റ്? യെസ്, 2 plus
root 3i. Next 7i. What is conjugate of 7i? Yes, minus 7i. Next minus 5 ന്റെ conjugate. Minus 5 ന്റെ conjugate എന്താണ്? Minus 5 തന്നെ. Imaginary part ഇല്ലല്ലോ ഇവിടെ സൈൻ ചെയ്യാൻ. Okay, last question. Half minus I by 2. ഇവിടെ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ മൈനസ് 1/2 ആണ്. അപ്പോൾ മൈനസ് 1/2 ആകുമ്പോൾ പ്ലസ് 1/2 എന്നാവും. ഓക്കെ, അപ്പം പ്ലസ് 1/2 എന്നായിട്ട് മാറും. ഇത്രയുള്ള കോൺജുഗേറ്റ്. അപ്പോൾ നിങ്ങൾ നമ്പേഴ്സ് കൊടുക്കണം, എ ബി സി എല്ലാം നിങ്ങൾ നമ്പർ കൊടുക്കുക, എന്നിട്ട് കൃത്യമായിട്ട് ആൻസർ എഴുതി വെക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതാണ് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ന് എഴുതിയിട്ട് റൈറ്റ് ദി കോൺജുഗേറ്റ് ഓഫ് ദി ഫോളോയിങ്. നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. ഇനി മുതൽ നിങ്ങൾ അസൈൻമെൻറ്റ് സെപ്പറേറ്റ് ബുക്കിൻ്റെ മറുവശത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേ സൈഡിൽ തന്നെ അസൈൻമെൻറ്റ് ചെയ്യുക കേട്ടോ, എന്നാലൊരു കണ്ടിന്യൂറ്റി കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കിയിട്ട് അതേപോലെ അങ്ങ് ആൻസർ എഴുതി വെച്ചാൽ മതി. ഞാനിവിടെ ക്വസ്റ്റ്യൻസ് എഴുതാം, നിങ്ങൾ 2 കോളം വരച്ചിട്ട് ആൻസർ കൃത്യമായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൻ്റെ ഈ സൈഡിൽ തന്നെ ക്വസ്റ്റ്യനും ആൻസറും എഴുതിയാൽ മതി, മറുവശത്തേക്ക് പോവേണ്ട ആവശ്യം ഇല്ല. കണ്ടിന്യൂസ് നമ്പറാണ് ഇനി മുതൽ കൊടുക്കുന്നത്. എല്ലാം അസൈൻമെൻറ്റ്സിനും പ്രോബ്ലംസിനും എല്ലാം നമ്മൾ കണ്ടിന്യൂസ് നമ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ എഴുതിക്കോളൂ. റൈറ്റ് ദി കോൺജുഗേറ്റ്സ് ഓഫ് ദി ഫോളോയിങ് എന്നാണ് ചോദ്യം. അതിൽ ക്വസ്റ്റ്യൻസ് എഴുതിക്കോ. 3 minus 4i. ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ -4 minus 6i. ക്വസ്റ്റ്യൻ നമ്പർ 3 -1 plus I. Question number D minus 2i. Question number E 3. Question number F 1/√2 plus 1/√2i. Question number G 1 plus √2i. ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് എഴുതി വെക്കുക കേട്ടോ. 2 കോളം വരച്ച് എഴുതിയാൽ മതി. ഒന്നാമത്തെ കോളത്തിൽ Z, രണ്ടാമത്തെ കോളത്തിൽ Z ബാർ എന്ന് എഴുതിയിട്ട് കൃത്യമായിട്ട് ഒന്നാം നമ്പർ ക്വസ്റ്റ്യൻസിന് നമ്പർ ഇടുക, ആൻസർ എഴുതി വെക്കുക. ഓക്കെ, അതോടുകൂടി നമ്മൾ കോൺജുഗേറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവിടെ അവസാനിച്ചു. കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ a plus ib is a minus ib. ഇനി നമ്മൾ അടുത്തതായിട്ട് മറ്റൊരു കോൺസെപ്റ്റിലേക്ക് പോവുകയാണ്, മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്താണ്? മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് z is equal to a plus ib be a കോംപ്ലക്സ് നമ്പർ. നമ്മൾ എപ്പോഴും ഇങ്ങനെയാണ് തുടങ്ങുക. a plus ib ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ മോഡുലസ് ഓഫ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോംപ്ലക്സ് നമ്പറുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു നമ്പറാണ്. ഓക്കെ, ഇപ്പോൾ മോഡുലസ് ഓഫ് z എന്നുള്ളതിന് നമ്മൾ സാധാരണ സൂചിപ്പിക്കുന്ന സിമ്പിൾ ഈ സിമ്പിളാണ്, നിങ്ങൾക്ക് പരിചയമുണ്ട് അല്ലേ? മോഡ് z is equal to, അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്, റൂട്ട് ഓഫ് a square plus b square എന്നാണ്. റൂട്ട് ഓഫ് a square plus b square. റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ എന്നാണ്. വളരെ സിമ്പിൾ ഡെഫിനിഷനാണ് അല്ലേ? വളരെ സിമ്പിൾ ഡെഫിനിഷനാണ്. മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് മോഡ് z is equal to റൂട്ട് ഓഫ് a square plus b square. അപ്പോൾ നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. z is equal to 3 plus i4. എപ്പോഴും നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ തന്നെയാണ്. മോഡുലസ് ഓഫ് z is equal to റൂട്ട് ഓഫ്, അപ്പോൾ ഞാൻ 3 സ്ക്വയർ, ഞാൻ ഓരോന്നിനും എഴുതില്ല, ഫസ്റ്റ് എക്സാമ്പിൾ ആയതുകൊണ്ട് എഴുതാണ്. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ശരിയാണല്ലോ? റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ, റിയൽ പാർട്ട് 3 ആണ്, ഇമാജിനറി പാർട്ട് +4 ആണ്, +4ൻ്റെ സ്ക്വയർ. രണ്ടും കൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 9 + 16 എന്ന് കിട്ടും. അത് 25 ആണ്. 25ൻ്റെ റൂട്ട് 5 ആയിരിക്കും. ഓക്കെ, കൃത്യമാണല്ലോ? നെക്സ്റ്റ് എക്സാമ്പിൾ, z is equal to -1 plus i. എന്തായിരിക്കും മോഡ് z എന്ന് പറഞ്ഞു നോക്കൂ. മോഡ് z is equal to റൂട്ട് ഓഫ് -1 സ്ക്വയർ അല്ലേ? -1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഇപ്പോൾ ഏത് നമ്പറിൻ്റെയും സ്ക്വയർ കണ്ടാൽ പോസിറ്റീവ് ആയിരിക്കും. -1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. 1 + 1 is equal to √2 എന്ന ആൻസർ കിട്ടും. ഓക്കെ, z is equal to 3 - i4 ആണെങ്കിലോ, z is equal to 3 - i4. വാട്ട് ഈസ് മോഡ് z? മോഡ് z is equal to റൂട്ട് ഓഫ് 3യുടെ സ്ക്വയർ അല്ലേ? 3യുടെ സ്ക്വയർ ഒന്നും കൂടെ അങ്ങനെ എഴുതാണ്. 3 സ്ക്വയർ പ്ലസ് ആണ് എഴുതേണ്ടത്. പിന്നെ -4 ആണ് രണ്ടാമത്തത് അല്ലേ? ഇമാജിനറി പാർട്ട് -4 ആണ്. -4ൻ്റെ സ്ക്വയർ. അപ്പോൾ നേരത്തെ സെയിം ആൻസർ വരും. ഇവിടെ കിട്ടിയ അതേ ആൻസർ 9 + -4ൻ്റെ സ്ക്വയർ എന്ത് വരും? 16 വരും. ആൻസർ 25. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ റൂട്ട് 25 is equal to 5 എന്ന ആൻസർ കിട്ടും. അപ്പോൾ നോക്കൂ നിങ്ങൾ, 3 + i4ൻ്റെ മോഡുലസ് 5 ആണ്. 3 - i4ൻ്റെ മോഡുലസും 5 ആണ്. ഓക്കെ, ഇവിടെ നോക്കേണ്ടത് മോഡുലസ് ഓഫ് z എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് റിയൽ സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ എന്നാണ്. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് പിന്നെ ഇമാജിനറി പാർട്ട് സ്ക്വയർ എന്നാണ്. നോക്കൂ നിങ്ങൾ, അനദർ എക്സാമ്പിൾ, z is equal to √2 plus i √2.
ഞാൻ മോഡ് സെറ്റ് എഴുതാണ്. ഞാൻ നേരിട്ട് ഇനി സ്ക്വയർ എന്ന് എഴുതില്ല, നേരിട്ട് എഴുതാണ് കേട്ടോ. റൂട്ട് ഓഫ് റിയൽ പാർട്ട് റൂട്ട് 2 അല്ലേ, റൂട്ട് 2ൻ്റെ സ്ക്വയർ എത്ര 2 ആണ്, പ്ലസ് വീണ്ടും റൂട്ട് 2ൻ്റെ സ്ക്വയർ 2. സോ ദ ആൻസർ ഈസ് റൂട്ട് 4 ഇസ് ഈക്വൽ ടു 2. ഇത് കൃത്യമാണല്ലോ. റൂട്ട് 2ൻ്റെ സ്ക്വയർ, റൂട്ട് 2യുടെ സ്ക്വയർ എത്രയാണ്, റൂട്ട് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ആണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് modulus of a complex number. So modulus of a complex number is denoted by mod z. It is defined as root of a square plus b square. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഇതല്ല, ഞാൻ എഴുതാനുള്ളത് പറയും, പ്രത്യേകം പറയും. ഓക്കെ, എഴുതിക്കോളൂ, ഹെഡിങ് എഴുതിക്കോളൂ. എന്നിട്ട് ഇതാണ് എഴുതിയേക്കേണ്ടത്. modulus of a complex number, let z is equal to a plus ib, then modulus of z is denoted and defined as mod z is equal to root of a square plus b square. ഇത് കൃത്യമായിട്ട് ബോക്സിലാക്കി വെക്കണം കേട്ടോ. z is equal to a plus ib, then mod z is equal to root of a square plus b square. കുറച്ച് എക്സാമ്പിൾസ് എഴുതിക്കോളൂ. കുറച്ച് എക്സാമ്പിൾസ് എഴുതിയതിന് ശേഷം നമുക്ക് പ്രോബ്ലംസിലേക്ക് പോവാം. ഓക്കെ, 1-2 എക്സാമ്പിൾസ് എഴുതി വെച്ചാൽ മതി. റൈറ്റ്, z is equal to 3 plus i4 നമ്മൾ നേരത്തെ എഴുതിയതാണ്. ദെൻ മോഡ് z, തൊട്ട് താഴെ മോഡ് z എഴുതിക്കോളൂ. മോഡ് z is equal to root of, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ എഴുതിക്കോളൂ. 3 square plus 4 square that is equal to root 9 plus 16 is equal to root 25 is equal to 5. Okay, example number 2, z is equal to minus 1 plus I. Z is equal to minus 1 plus I. Mod z is equal to root of minus 1 square plus 1 square. ഇവിടെ ഐയുടെ കൂടെ ഉള്ളത് ഇമാജിനറി പാർട്ട് 1 ആണ് കേട്ടോ. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ക്ലിയർ ആയിരിക്കണം. റൂട്ട് ഓഫ് 1 plus 1 is equal to root 2 എന്നാണ് ആൻസർ. ഓക്കെ, മൂന്നാമത്തെ എക്സാമ്പിൾ, z is equal to root 2 plus I root 3. mod z എഴുതിക്കോളൂ. mod z is equal to root of, ഇവിടെ റൂട്ട് 2ൻ്റെ സ്ക്വയർ എഴുതണം അല്ലേ. റൂട്ട് 2ൻ്റെ സ്ക്വയർ പ്ലസ് റൂട്ട് 3യുടെ സ്ക്വയർ, റിയൽ സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ എന്നാണ്. റൂട്ട് ഓഫ് റൂട്ട് 2ൻ്റെ സ്ക്വയർ 2, റൂട്ട് 3യുടെ സ്ക്വയർ 3. സോ ദ ആൻസർ ഈസ് റൂട്ട് 5 എന്നാണ് ആൻസർ. അത്രയും മതി എക്സാമ്പിൾസ്. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. റൈറ്റ് ദി മൊഡ്യൂലസ് ഓഫ് ദി ഫോളോയിങ് എന്നാണ് കേട്ടോ. റൈറ്റ് ദി മൊഡ്യൂലസ് ഓഫ് ദി ഫോളോയിങ്. അപ്പോൾ ഓരോന്ന് എഴുതിക്കോളും. നമുക്ക് ഒരുമിച്ചാണ് ആൻസറും ചോദ്യവും ഒന്നിച്ചാണ് എഴുതുന്നത് കേട്ടോ. ക്വസ്റ്റ്യനും ആൻസറും നമ്മൾ ഒരുമിച്ചാണ് എഴുതുന്നത്. എല്ലാവരും എഴുതിക്കോളൂ, എൻ്റെ കൂട്ടത്തിൽ തന്നെ എഴുതിക്കോളൂ. എ ഈക്വൽ ടു, റൈറ്റ്, z is equal to 3 minus 4i. ആൻസർ എഴുതിക്കോളൂ. mod z is equal to, ഫോർമുല എഴുതുന്നു, റൂട്ട് ഓഫ്, ഇനി ഞാൻ 3 സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ എഴുതാണ് കേട്ടോ, പ്ലസ് ഇനി നെഗറ്റീവ് 4ൻ്റെ സ്ക്വയർ ആണ്. നെഗറ്റീവ് 4ൻ്റെ സ്ക്വയറും 16 തന്നെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആൻസർ റൂട്ട് 25 ഈസ് ഈക്വൽ ടു 5 എന്നാണ് ആൻസർ. ഓക്കെ, 5 കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ ബി എഴുതിക്കോളൂ. സെഡിന് പേര് കൊടുക്കണം കേട്ടോ. സെഡിന് പേര് കൊടുത്താൽ മാത്രമേ നമുക്ക് മോഡ് സെഡ് എന്ന് എഴുതാനുള്ള പെർമിഷൻ ഉള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 1 plus i എഴുതിക്കോളൂ. ആൻസർ മോഡ് സെഡ് ഇസ് ഈക്വൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. റൂട്ട് ഓഫ് 1 plus 1 ഇസ് ഈക്വൽ ടു റൂട്ട് 2. യെസ്, കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 3, z ഇസ് ഈക്വൽ ടു റൂട്ട് 2 പ്ലസ് i root 4, sorry, I root 5. So what is mod z? Mod z is equal to root of, first real the square 2, imaginary root 5 ആണ്, അതിൻ്റെ സ്ക്വയർ 5. So the answer is root 7 എന്നാണ്. root 7 എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ ഡി, z is equal to 3i. എന്തായിരിക്കും മോഡുലസ്? യെസ്, mod z is equal to root of, റിയൽ പാർട്ട് ഉണ്ടോ, 0 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അല്ലേ, റൂട്ട് 9 ഇസ് ഈക്വൽ ടു 3. ഇപ്പോൾ പ്യുവർലി റിയലും പ്യുവർലി ഇമാജിനറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നമ്പർ മാത്രം എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഒന്നുകൂടി പറയാം. z ഇസ് ഈക്വൽ ടു -5 എന്ന് വന്ന് വിചാരിച്ചോളൂ. z ഇസ് ഈക്വൽ ടു -5. നമുക്കറിയാം -5ൻ്റെ മോഡുലസ് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. കോംപ്ലക്സ് നമ്പർ അല്ലാത്ത കാലത്ത് തന്നെ നമ്മൾ മോഡുലസ് പഠിച്ചിട്ടുണ്ടല്ലേ. മോഡുലസ് ഓഫ് -5 5 ആണ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ ഇവിടെ അതന്നെ ആയിരിക്കും ആൻസർ. മോഡുലസ് ഓഫ് z ഇസ് ഈക്വൽ ടു 5. നിങ്ങൾ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് -5 സ്ക്വയർ റൂട്ട് ഓഫ് 25 ഇസ് ഈക്വൽ ടു 5 എന്ന് വരും. അപ്പോൾ അതിനൊന്നും അങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇത് ഡയറക്റ്റ് ചോദ്യമാണ്. മോഡ് z ഇസ് ഈക്വൽ ടു 5. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഫോർമുല ഒക്കെ ഉപയോഗിച്ച് സമയം കളയരുത്. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ആൻസർ എഴുതുക.
Next question, z is equal to 1 by 2 plus I by 2. What is mod z? Yes, mod z is equal to root of 1 by 2 into square 1 by 4 plus again 1 by 2, 1 by 2 into square 1 by 4. എന്താണ് 1 by 4 plus 1 by 4? Yes, 1 by 2 ആണല്ലേ, 1 by 2 ൻ്റെ റൂട്ട്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 by root 2 എന്ന് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, റിയൽ സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ. ഈ നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെ പ്യുവർലി ഇമാജിനറി വന്നാൽ ഈ നമ്പർ ഇതിൻ്റെ മോഡുലസ് ആയിരിക്കും. ഇത് -3 ആണെങ്കിൽ ആൻസർ 3 തന്നെ വരും. -3 ആണെങ്കിലും ആൻസർ എന്ത് വരും? 3 തന്നെ വരും. ഓക്കെ. -5 ആണെങ്കിൽ ഇവിടെ പ്യുവർലി റിയൽ നമ്പർ ആണ്, അപ്പോൾ ആൻസർ +5 തന്നെ ആൻസർ വരും. എപ്പോഴും മോഡുലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. ഇവിടെ നെഗറ്റീവ് എന്നാലും മോഡുലസ് ഈസ് ഓൾവേസ് എ പോസിറ്റീവ് നമ്പർ. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ചോദ്യമാണ്. റൈറ്റ് ദി മൊഡ്യൂലസ് ഓഫ് ദി ഫോളോയിങ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ള ചോദ്യം നിങ്ങൾ ഓരോന്നോരോന്ന് ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ എഴുതുക. ഓക്കെ. ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻസ് എഴുതാം. Z എന്ന് നിങ്ങൾ പേര് കൊടുക്കുക. ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ Z എന്ന് പേര് കൊടുക്കണം കേട്ടോ. ഞാൻ ചോദ്യം ഡയറക്റ്റ് ആയിട്ട് എഴുതാണ്. 1 plus I root 2. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ B, 1 plus 2 root 2I. ക്വസ്റ്റ്യൻ നമ്പർ C, 1 minus I. Question number D, -3 minus 4I. Question number E, 1 by root 2 plus I by root 2. F, -2I. G, -10. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതേണ്ടത് ആദ്യം നമ്പർ ഇടുന്നു, എ എന്ന് എഴുതുന്നു, Z എന്ന് പേര് കൊടുക്കുന്നു. Z is equal to 1 plus I root 2 എന്ന് എഴുതിയതിൻ്റെ ശേഷം Z എന്ന് പേര് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് മോഡ് Z എന്ന് എഴുതാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ മോഡുലസ് എന്ന് വായിക്കില്ല. മോഡ് Z is equal to root of 1 plus ഇതിൻ്റെ സ്ക്വയർ 2, അങ്ങനെ ആൻസർ എഴുതണം. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എഴുതണം, മോഡുലസ് ഓഫ് 1 plus I root 2 ഈക്വൽസ്. ഇങ്ങനെയും നിങ്ങൾക്ക് ആൻസർ എഴുതാം. Z എന്ന് പേര് കൊടുക്കലാണ് കൂടുതൽ സൗകര്യം. ഓക്കെ. ഇങ്ങനെ ആൻസർ എഴുതിയാലും കറക്റ്റാണ്. മോഡുലസ് എന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ കൊടുക്കുക. Z എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? മോഡ് Z എന്ന് പറഞ്ഞിട്ട് ആൻസർ എഴുതാവുന്നതാണ്. ഓക്കെ. ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേ സൈഡിൽ തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5ൻ്റെ ശേഷമാണ് ക്വസ്റ്റ്യൻ നമ്പർ 6 വരുന്നത്. അതുകൊണ്ട് ഒരേ ഓർഡറിൽ നിങ്ങൾ എഴുതി പോവുക, അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി കിട്ടും. ഓക്കെ. എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ കൃത്യമായിട്ട് എഴുതുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.